എൻ്റെ കൈക്കകത്ത് കയറി നോക്കുവാണ്. എന്നാ നോക്കുന്നത്? നമ്മൾ 6 പേരെയാണ് മേടിച്ച്, 6 പേരും ഉണ്ട്. എന്നിട്ട് പുള്ളി ഇപ്പോൾ തിന്നുന്നത് ഉണക്കുകയല്ല. പെർഫെക്റ്റ്. എടാ ഇവിടെ വാടാ, ഇനി വന്നേ ബാബാ ഓടല്. എന്ത് വാടാ ഓടുന്നേ? നമ്മളൊരാളെ പിടിച്ചെടുത്തിട്ട് നമ്മുടെ കൂട്ടിൽ നിന്ന് ഇത് കണ്ടല്ലോ, എൻ്റെ കയ്യെ കയറിയിരിക്കുകയാണ് കേട്ടോ. ഇവൻ ഒരാൾ മാത്രമല്ല, ഇത് കണ്ടോ, എല്ലാവരെയും നമ്മൾ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവന്മാരെല്ലാവരും നല്ല അടിപൊളി ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് നമ്മളിവിടെ വിളിച്ചെടുപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ അല്ലേ? നിങ്ങൾക്കെല്ലാം അടിപൊളി ഒരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും പൊങ്ങി നോക്കുവാണ്, ഇത് എന്നാ സംഭവം. എന്നാന്നേടാ പറഞ്ഞു കൊടുത്തടാ, എന്താണെന്ന് നോക്കിയേ. ഇത് കണ്ടോ, നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ മേടിച്ചപ്പോഴേക്ക് ഇവന്മാർ ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരും കുറച്ചും കൂടെ വളർന്നിട്ടുണ്ട്. ഇവന്മാരെല്ലാം ഞാൻ ഇവിടെ അഴിച്ചുവിടാൻ വേണ്ടി പോകണം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് വാതിലൊന്ന് അടയ്ക്കട്ടെ. അപ്പോൾ വാതിൽ അടച്ചു കഴിയുമ്പോഴേക്കും ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള എൻവയൺമെൻ്റ് ആണ്. ഇവന്മാർ വളരെ സേഫായിട്ട് അഴിച്ചുവിടാൻ വേണ്ടി പറ്റും. പറഞ്ഞോടെ ആർക്കൊക്കെയാണ് വരണ്ടേ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ തന്നെ ഇറങ്ങിക്കോ. നമ്മൾ ആദ്യം മേടിച്ചുകൊണ്ടിരുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയാം, ഇവന്മാർ കുഞ്ഞു ബേബീസ് ആയിരുന്നു കേട്ടോ. ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇറങ്ങിക്കോ, ഫ്രീ ടു ഗോ എല്ലാവരും. നമ്മൾ 6 പേരെയാണ് മേടിച്ച്, 6 പേരും ഉണ്ട്. നിങ്ങൾക്ക് ഒരു വലുതായെന്ന് തോന്നുന്നുണ്ടോ? ഇവരുടെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടേ. എടാ ഇറങ്ങിക്കോടാ എല്ലാവരും, നീ ഇറങ്ങിക്കോ. ഇതിനകത്ത് ഏറ്റവും അക്രമകാരിയല്ല, ഇതിനകത്ത് ഏറ്റവും വില്ലൻ ആരെന്ന് വെച്ചാൽ ഇവനാണ് കേട്ടോ. ഇവൻ ഈ ഇടയായിട്ട് എല്ലാവരെയും കടിയിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് മെയിലാന്ന് തോന്നുന്നു. കണ്ടോ, ഇവനാണെങ്കിൽ ഇച്ചിരി നല്ലതായിട്ട് വണ്ണം വെച്ചിട്ടുണ്ട്. അല്ലേടാ, ഇവൻ തടീനാണ് കേട്ടോ. എന്നാടാ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നടാ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ബാ നിങ്ങൾ ഇറങ്ങിക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരെല്ലാവരെയും അഴിച്ചു വിട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വളർത്താനായിട്ട് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ഹാംസ്റ്റേഴ്സ്. നമ്മളത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്മാർ കൊണ്ട് ഒരു പ്രശ്നവുമില്ല, കരച്ചിലില്ല, ബഹളമില്ല, അലമ്പില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കില്ല, വളരെ ലോ മെയിൻ്റനൻസ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. ഞാൻ ഒരുത്തിനെ എടുത്ത് കാണിച്ചു തരാവേ. ഞാൻ ഏറ്റവും നല്ല തടിയനായെന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കാണിച്ചിട്ട്. ഇത് കണ്ടോ, എന്നാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ കയ്യെ കിടന്ന് ഉറങ്ങാൻ വേണ്ടി നോക്കുവാണോ? ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേടാ? പുള്ളി എൻ്റെ കൈക്കകത്ത് കയറി നോക്കുവാണ്. എന്നാ നോക്കുന്നേ? കടിക്കത്തൊന്നുമില്ല കേട്ടോ, ഇവർ കടിക്കത്തൊന്നുമില്ല, പിള്ളേരെ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഇവനെ കൂടെ അങ്ങ് വിടുവാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാരെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കുന്ന എപ്പോഴായിരിക്കും? എന്തെങ്കിലും ഗുഡ് ന്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബാഡ് ന്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാംസ്റ്റേഴ്സിന് ഇന്നൊരു കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇവന്മാർ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ, ഞാൻ സാധനം എന്നത് കാണിച്ചു തരാം കേട്ടോ. സാധനം കാണിച്ചു തരാം. ജസ്റ്റ് വാതിലടച്ചേക്കാം, അല്ലെങ്കിൽ ഇവന്മാർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവന്മാർ പിന്നെ കാണാൻ വേണ്ടി കിട്ടത്തില്ല. അപ്പോൾ ഇവന്മാർക്ക് നമ്മൾ കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതുകൊണ്ട്. അതായത് നമ്മുടെ ഹാംസ്റ്റേഴ്സിൻ്റെ ഹോം എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഹാംസ്റ്റേഴ്സിൻ്റെ ഹോം ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു പെട്ടി നിറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്. തിരിച്ച് ചെല്ലുമ്പോഴേക്കും അവന്മാർ ആ വഴി പോയി കാണുമോ? മൊത്തം ഓട്ടമാണ് കേട്ടോ ഇതിനകത്തൂടെ. ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ കളിക്കാനായിട്ട് കേട്ടോ. കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഓടി നടക്കാനായിട്ടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേ ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഈ ബോക്സിനകത്ത് ഇവന്മാർക്ക് വേണ്ട സാധനങ്ങളാണേ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറക്കാം. അപ്പോൾ നമുക്കൊരു നൈഫ് വേണം. ഞാൻ നൈഫ് എടുത്തുകൊണ്ടിരാവേ. എനിക്ക് വലിയ നൈഫാണ് കിട്ടിയത് കേട്ടോ, ചെറുതും തപ്പിയിട്ട് കണ്ടില്ല, അതുകൊണ്ട് വലിയൊരു നൈഫാണ് കേട്ടോ. ഇതിനകത്ത് നിറച്ച് ഇവർക്കുള്ള സാധനമാണ് കേട്ടോ. കുറേ സാധനമുണ്ട്. നമ്മൾ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. എടാ ആരാ വരുന്നത് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട്? എടാ ചെറുക്കാ നീ വാ പോലെ. ഇതുണ്ടോ, ഇവിടെ ഇവന് രാവിലെ ഫുഡ് കൊടുത്താണ്, സൺഫ്ലവർ സീഡും കൊടുത്താണ്, ബിസ്ക്കറ്റും കൊടുത്താണ്, തണ്ണിമത്തനും കൊടുത്താണ്. എന്നിട്ട് പുള്ളി ഇപ്പോൾ തിന്നുന്നത് ഉണക്കുകയല്ല. എടാ വിളച്ചിടക്കില്ല കേട്ടോ, പിടിച്ച് അരാപ്പമിക്ക് കൊടുക്കും കേട്ടോ. മര്യാദയ്ക്ക് ഇരുന്നോണം കേട്ടോ. നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്കുള്ള സാധനമാണ് ഈ ബോക്സിനകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവരെ വെച്ചുകൊണ്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യമേ നമുക്ക് ഇത് പൊട്ടിക്കാം കേട്ടോ, ഈ സാധനം പൊട്ടിക്കാം. നമ്മൾ ഈ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ബോക്സ് ഫുള്ള് പൊട്ടിച്ചിട്ട് ഇതിനകത്തുള്ള സാധനങ്ങൾ ഇവർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവർ ഇതിനകത്ത് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് വരും കേട്ടോ. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ നോക്കൂ, നിങ്ങൾക്കുള്ള സാധനമാണ്. മറ്റവന്മാർ ആ മൂലയ്ക്കൊക്കെ പോയിരിപ്പുണ്ട് കേട്ടോ. അവന്മാർ വരുമ്പോഴേക്കും നമുക്ക് അവന്മാരെ പിടിച്ച് ഇവിടെ വെക്കാം. ഇതിൻ്റെ ഫുൾ രൂപം ഞാനിത് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം. കുറേ പാക്കിംഗ് ഉണ്ട്. ഇത് വേണ്ട, ഈ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കയറിയിട്ട് ഇങ്ങനെ ഓടാനായിട്ടുള്ളൊരു ഫ്ലൈ വീൽ പോലത്തെ സാധനമാണ്. ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, ഈ ഒരു സാധനങ്ങൾ ഇതിലും ഇങ്ങനെ കയറ്റി വെക്കുക. ഇത് കണ്ടോ, അങ്ങനെ നമ്മൾ നമ്മുടെ അവസാനത്തെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഈ ഒരു ഷേപ്പിലാണ് ഇത് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ, ഇതിൻ്റെ കവർ ഇതാണ് ഇതിൻ്റെ കവറിങ്. അപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കുക. അതിനുശേഷം ഇത് കറക്റ്റായിട്ട് ഈ ഹോളിലേക്ക് വെച്ചിട്ട് ഇതിനെ പ്രസ് ചെയ്ത് അകത്ത് കയറ്റി വെക്കുക.
ഇത് നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ എല്ലാം കയറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ പ്രസ് ചെയ്ത് വെക്കുക. ഇതുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി ലൂസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം ഹോൾസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സ്ക്രൂ ചെയ്യണം നമ്മൾ ഇനി കേട്ടോ. അപ്പോൾ ഈ സ്ക്രൂസ് എല്ലാം വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഇടുവാണ്. താങ്ക്ഫുള്ളി അവർ ചെറിയൊരു സ്ക്രൂ ഡ്രൈവറും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 സൈഡിൽ 2 ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന 4 സൈഡിൽ 4 ചെയ്ത് ഇതുണ്ടോ. ഇനി എന്താണെങ്കിലും ഈ ഒരു സൈഡ് ലൂസായി പോകത്തില്ല. ഇനി നമുക്ക് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെയും കൂടെ സ്ക്രൂ ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു കറങ്ങുന്ന സാധനം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ ഇതിൻ്റെ ബെയറിംഗ് സെറ്റ് ചെയ്യണം. ഇതുണ്ടോ, ഇതാണ് ബെയറിംഗ് വരുന്നത്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ ഇതിലേക്ക് എടുത്ത് വെക്കുക. എന്തുവാടേ ഇത്, നിനക്ക് രാവിലെ കഴിക്കാൻ തന്നതല്ലേ? ഇവൻ ഇവിടെ വന്നിട്ട് ഇതിൻ്റെ സ്ക്രൂ എടുത്ത് തിന്നുവാണ് കേട്ടോ. ഇറങ്ങിപ്പോടാ, നീ ഇതിനെ പേടിക്കുന്നത്? നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ. നീ ഓവർ ആക്ടിങ് ആണ് കേട്ടോ. ഓവർ ആക്ട് ചെയ്ത് ചളവാക്കല്ലേ കേട്ടോ. അവന് തിന്നാൻ കൊടുത്തേ അവർക്ക് രാവിലെ കേട്ടോ. എടാ, നിങ്ങൾ ഈ സ്ക്രൂ ഒക്കെ എടുത്ത് തന്ന ആൾക്കാർ വിചാരിക്കും ഞങ്ങൾ നിങ്ങൾക്കൊന്നും തിന്നാൻ തരുന്നില്ലെന്ന്. ചുമ്മാ വഴക്ക് കേൾപ്പിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഡൺ. ഇനിയിപ്പോൾ നമ്മളുണ്ടല്ലോ ഈ വാഷർ എന്തിനാണ് ശരിക്കും പറയാൻ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമ്മളിത് ഈ സാധനം എടുത്ത് ഇങ്ങോട്ട് വെക്കുവാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ബോൾട്ട് ഇടണേ. ഇത് നമ്മൾ അവസാനത്തെ ബോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു സാധനത്തിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിന് മുമ്പ് ഒന്ന് ടൈറ്റ് ചെയ്തോട്ടെ. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ നടന്ന് ഈ സാധനം കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിനകത്തൊരു ബെയറിംഗാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ ഏതെങ്കിലും ഫിത്തിയിലോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഒരു സ്ഥലത്ത് അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ളതാണ്. അപ്പോൾ അതിനുള്ള സ്ക്രൂവും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട് കേട്ടോ. ഇതുണ്ടോ. ഇനി നമ്മൾ ഈ സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതിനകത്ത് നിന്ന് ഒരാളെ പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. എടാ, ഇങ്ങനെ വന്നേ, നിനക്ക് സാധനം ഉണ്ടായി, ബാ കാണിച്ചിടാം. ഇത് ഇവരെ കെട്ടി ഇതിനകത്ത് വെക്കുക. ഇത് തന്നെയാണേ. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എടാ, ചാടല്. ഓർഡറാ. പുള്ളിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. പെർഫെക്റ്റ്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് കേട്ടോ. എടാ, ഒന്നുകൂടെ ഓടി കാണിച്ചടാ. ഐഡിയലി ഇവർക്ക് എനർജി ബേൺ ചെയ്യാനായിട്ടുള്ളൊരു സംഭവം. എടാ, നീ വന്നടാ, ഒന്ന് കയറിക്കേ, ഓടി കാണിച്ചു. എൻ്റെ കൈ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക്. ഒന്ന് ഓടി കാണിക്കടേ പോയി. സംഭവം എല്ലാവർക്കും മനസ്സിലാവട്ടെ എന്നാ സംഭവം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെടുത്ത് സൈഡിൽ വെക്കുവാണ്. ഇത് നമ്മുടെ അക്വേറിയത്തിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അതിന് മുമ്പ് ബാക്കിയുള്ളതെല്ലാം കൂടെ നമുക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ഫസ്റ്റ് ഏത് എടുക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷനാണ്. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്കിതെടുക്കാം. ഇതുണ്ടോ, ഇത് തടിയുടെ ഒരു വീടാണ് കേട്ടോ ഇവർക്കുള്ളത്. ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവരുടെ ആദ്യത്തെ സാധനം. ഇത് ഇവർക്കുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സാധനം എടുത്ത് നമ്മുടെ ഇതിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇതിനകത്തേക്ക് കയറിപ്പോകാൻ പറ്റും. എടാ, ഇങ്ങനെ വന്നടാ, വീട് ഉദ്ഘാടനം ചെയ്യണം കേട്ടോ. ഓക്കെ, ബാ കയറിപ്പോക്കോ. ഓക്കെ, പെർഫെക്റ്റ്. അവനകത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് പകലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ഈ വെട്ടം ഇവർക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ ഈ പകൽ സമയത്ത് ഇവർ നല്ല ഉറക്കമാണ്. അതുകൊണ്ടാണ് ഇവന്മാർ പോയിട്ട് ഈ ഒരു പൊടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു വീടാകുമ്പോഴേക്കും ഇവന്മാർക്ക് ഇതിനകത്ത് ആവശ്യത്തിൽ കൂടി ഇരുട്ട് കിട്ടും. നീ കൂടെ പൊക്കോ, അകത്ത് കയറിക്കോ. ഇനി പുറത്തിറങ്ങും തോന്നില്ല കേട്ടോ. എടാ, കയറാനും ഇറങ്ങാനും പഠിച്ചല്ലോ, ഗുഡ് ബോയ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ ആദ്യത്തെ വീട്. രണ്ടാമത്തെ സാധനം ഇതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതൊരു മരമാണ് കേട്ടോ. ഈ മരത്തിന് നടുക്കൂടെ ഒരു ഹോൾ ഇട്ടിരിക്കുവാണ്. അതിനുശേഷം ഇവിടെ ഒരു 3 ഹോളും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓടൽ ഇതിലും കയറി പോകും കണ്ടോ. ഇവന്മാർക്ക് ഇത് ഇങ്ങനെ കയറി പോകാനായിട്ടൊക്കെ പറ്റും. ഇവന്മാർക്ക് ഈ തടിയൊക്കെ കടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കണ്ടോ. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ സാധനം ഓപ്പൺ ചെയ്തില്ല. അതിന് മുമ്പ് ഒരുത്തൻ അതിന് തോന്നി കയറി. ഇവന്മാരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഇവന്മാർ ഭയങ്കര പ്രശ്നക്കാരാണ്, കാണുന്ന പോലെ കേട്ടോ. നെക്സ്റ്റ് സാധനം ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. നമ്മളും ഈ ഒരു സാധനമൊക്കെ വെച്ച് കൊച്ചിലെ നഴ്സറിയിൽ കളിച്ചിട്ടുള്ളതാണ്. ബേസിക്കലി ഇതൊരു സീസോയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതിങ്ങനെ ഇരിക്കും. നീ കയറിയാലേ ഉള്ളൂ വർക്കാകത്തുള്ളൂ. മേലോട്ട് അങ്ങനെയല്ലടാ, ഇതിലുമ്പഴി പോടാ. കണ്ടോ, ഇവർ ഇതിലുമ്പഴി കയറി ഇങ്ങനെ നടന്ന് ഇവിടെ വരുമ്പോഴേക്കും വെയിറ്റ് കൂടി ഇത് ഇങ്ങോട്ടാകും. നെക്സ്റ്റ് സാധനം ഒരു ജീവനുള്ളതാണ് കേട്ടോ. കാരണം ഈ ഒരു സാധനം നമ്മൾ മേടിക്കുമ്പോഴേക്കും അതിൻ്റെ കൂടെ ഹാംസ്റ്റേഴ്സിന് ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മുടെവനാണ് കേട്ടോ, അവനിതിനകത്തോടെ കയറി പോയേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സാധനം എടുത്തിരിക്കുവാണേ. ഇത് കണ്ടോ, ഇതുപോലത്തെ തന്നെ ഒരു സെയിം കൈൻഡ് ഓഫ് വീടാണ്. ഇതൊക്കെ വെച്ച് കഴിയുമ്പോഴേക്കും ഇവന്മാരുടെ ഹോം അടിപൊളിയായിരിക്കും കേട്ടോ. കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളാണ് ഇത്. കുറേ തടിയുടെ കമ്പൊക്കെ കൂട്ടി ഉണ്ടാക്കിയെടുത്താണ്. ആക്ച്വലി നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ പറയുന്ന സമയം ഇല്ലാത്തത് കൊണ്ടും നമുക്ക് എളുപ്പമായതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഓൺലൈൻ മേടിച്ചത്. നെക്സ്റ്റ് സാധനം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതെന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇതൊരു കുഞ്ഞൊരു ബ്രിഡ്ജാന്ന് തോന്നുന്നു. ചുമ്മാ എടുത്തിങ്ങനെ വെക്കാം. നമ്മുടെ ഈ ഒരു സംഭവം ഇല്ലേ, ഇതിങ്ങനെ വെക്കുവാണെങ്കിൽ ഇവന്മാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കയറി വരാം കേട്ടോ. ഇതുണ്ട്. എന്നിട്ട് ഇവന്മാർക്ക് ഇതിനകത്ത് കിടന്ന് കറങ്ങിയിട്ട് മടുത്ത് കഴിയുമ്പോഴേക്ക് ഇറങ്ങിപ്പോ. ഇനി 2 എണ്ണം കൂടെ ഉള്ളൂ. ഇതും സെയിം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു വീടാണ്. പക്ഷേ ഇത് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള തടിയാണ് കേട്ടോ. ഇതുണ്ട്, കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു തടിയാണ്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ സാധനം നമ്മൾ അൺബോക്സ് ചെയ്യുവാണ്. ഇത് കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി കാണും ഓൾറെഡി. ഇത് ഇവന്മാർക്കുള്ളൊരു സ്വിംഗ് ആണ് ഇവിടെ. ഇതുണ്ടോ, ഈ ഒരു സാധനം ഇവിടെ അതെ വീട്ടിൽ കയറി വരുത്തൻ. ഇതുണ്ടോ, അടുത്ത വീട്ടിൽ കയറി ഇരിക്കുക, ഒന്നും അറിയാത്ത പോലെ. ഈ സിംഗ് ഇതെങ്ങനെ ഇവന്മാർ എങ്ങനെ കയറും ഇതിൽ? ഇനി വന്നടാ, ഇനി വന്നേ.
ഇവിടെ കയറിയിരുന്നടാ. ഗുഡ്. കയറാനൊക്കെ പറ്റും കേട്ടോ, കയറാനും ഇറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടല്ലോ, ഇതെല്ലാം കൂടെ പെറുക്കി എടുത്തിട്ട് നമ്മുടെ ഹാംസ്റ്റർ ഹോമിനകത്ത് വെച്ചിട്ട് ആ ഹോം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക. ഇത് ആ മൂലയ്ക്ക് നോക്കി, ഇത് കണ്ടോ, 3 പേര് 4 പേരും കണ്ടുണ്ട് പോയി ചുരുണ്ട് കൂടിയിരുന്ന് ഉറക്കമാണ് കേട്ടോ. ഇവന് മാത്രമേ ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. പുള്ളിയാണെങ്കിൽ ഇതിന്റെ പുറകെ ഇങ്ങനെ നടക്കുവാണ്. എല്ലാവരും 1 3. ഇനി ഒരാളും കൂടെ ഉള്ളൂ. പുള്ളിനെ പിടിക്കാൻ എളുപ്പമാണ് കേട്ടോ, കാര്യം പുള്ളി നമ്മുടെ വീടിനകത്ത് കയറിയിരിക്കുവാണ്. എന്നാ നോക്കുന്നത്, ഇഷ്ടപ്പെട്ട വീട്. ഓക്കെ, പെർഫെക്റ്റ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇവരെ കൊണ്ടുപോയി ഇവരുടെ വീട്ടിലാക്കാം. എല്ലാവരും പൊങ്ങി നോക്കുവാണേ സംഭവം എന്നാണേ. Come on baby, let's go to your home. 1 2 5 6. ഫൈനലി നമ്മൾ 6 പേരെയും വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇവന്മാരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാം. ആദ്യമേ നമുക്ക് ഇത്രയും സാധനം സെറ്റ് ചെയ്യാം. കൂട്ട ഇടിയാണ് കേട്ടോ ഇവന്മാർ. അതുകൊണ്ട് അവനാണ് പുള്ളി ഇതിനകത്തെ കണ്ടോ. എല്ലാവരും ഇനി ഇടി മാന്തുമൊക്കെ ആയിരിക്കും കണ്ടോ. പക്ഷെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കണ്ടോ കടിക്കോ ശരിക്കും കടിക്കോ, ഒന്നും ചെയ്യത്തൊന്നുമില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ പിടിച്ച് ജയിലിലിടാം. നമുക്ക് ആദ്യം അവൻ്റെ വീട് നമ്മൾ വെച്ചിട്ടുണ്ട്. എടാ കടിയാ, ഇങ്ങനെ വാടാ. എടാ കടിയാ ഇവിടെ വാടാ. അത്ര കയറിപ്പോ. പണിഷ്മെൻറ്റ്, അവനെ കടിച്ചതിനുള്ള പണിഷ്മെൻറ്റ് കേട്ടോ. അവിടെ ഇരുന്നോ, നമ്മൾ അവൻ്റെ വാതിൽ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് ഇറങ്ങി വരുമല്ലോ നോക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സാധനം ഇതുണ്ടോ, ഇത് അവരുടെ ഒരു ചെറിയൊരു എഗെയിൻ വേറൊരു വീടാണ്. ഈ ഒരു വീട് ഇതിങ്ങനെ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ വെക്കാവേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് താത്തി ഇതുണ്ടോ. ബാക്കിയൊക്കെ ഇവന്മാർ ചെയ്തോളൂ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് സാധനം ഇവരുടെ ഏണിയാണ് നമുക്ക് വെക്കേണ്ടത്. അത് നമുക്ക് തൽക്കാലം ഈ ഒരു സൈഡിൽ വെക്കാം. തൽക്കാലം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്തത് ഇവന്മാരുടെ ടണൽ സിസ്റ്റമാണ് നമ്മൾ വെക്കാൻ വേണ്ടി പോകുന്നത്. ടണൽ ഈ സൈഡിൽ ഇരിക്കട്ടെ. നേരെ ഇവന്മാർക്ക് ടണലിൽ കൂടെ ഇറങ്ങി വന്ന് ഏണിയെ കയറാം. നെക്സ്റ്റ് ഇവന്മാരുടെ സീസോ എവിടെ വെക്കും എന്നുള്ള കാര്യത്തിലാണ് നമുക്കൊരു ചെറിയ സംശയം. ഇവിടെ വെച്ചാലോ? മിക്കവാറും ഇപ്പോൾ കയറുമായിരിക്കും. ഓ പെർഫെക്റ്റ്. അപ്പോൾ നമ്മുടെ സീസോ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് പുള്ളി കേട്ടോ. ഇനി എനിക്ക് തോന്നുന്നു 3 സാധനം കൂടെ ഉണ്ട്, അതും കൂടെ എടുത്തുകൊണ്ട് വരാവേ. എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കൂട്. ഇതുണ്ടോ, അതിന്റെ മേളിൽ കൂടെ അകത്തൂടെ കയറി നടപ്പുണ്ട്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇപ്പോഴാണ് ഈ ഒരു കൂട് ഭയങ്കര ലൈവ് ആയത് കേട്ടോ. ഈ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് വെക്കാൻ വേണ്ടി പോകുന്നത് ഇതുണ്ട്, നമ്മുടെ മരത്തിന്റെ സാധനമാണ്. ഇവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഇവന്മാരുടെ സീസോ അല്ല, ഇവന്മാരുടെ സ്വിങ് ആണ് കേട്ടോ. സ്വിങ് ഇതിന്റെ ഇവിടെ വെച്ചാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്വിങ്ങും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനലി നമുക്ക് വെക്കേണ്ടത് നമ്മുടെ മെയിൻ സാധനമാണ്. ഇത് വെച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ കൂട് നല്ല അടിപൊളിയായിട്ട് ഫണ്ണാവുന്നത്. പക്ഷേ ഇത് വെക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാംസ്റ്റർ ഹോം. ഇനി നമുക്ക് മമ്മീനെയും പപ്പേനെ വിളിക്കാം കേട്ടോ, കാരണം അവർ കണ്ടിട്ടില്ല ഈ ഒരു സാധനം. മമ്മിയെ കുറേ നാളായിട്ട് ഹാംസ്റ്ററിന്റെ വീടിനകത്ത് കുറേ സാധനം മേടിക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? കാണിച്ചു തരാം, ബാ. പണി തുടങ്ങിയിട്ട് ഹാംസ്റ്ററിന്റെ കൂട്ടിലേക്ക് കുറേ സാധനം മേടിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ? ബാ കാണിച്ചു തരാം, നടന്നു നോക്കിയേ. ഹാംസ്റ്ററിന്റെ വെച്ച് ഹാംസ്റ്ററിന്റെ വീട് ഞങ്ങൾ അടിപൊളിയാക്കി. എല്ലാ സാധനവും ഉണ്ട്. ഇതെങ്ങനെയുണ്ട്? എല്ലാ സാധനവും ഉണ്ട്. ഇതുണ്ടോ അമ്മമാർക്കുള്ള വീട് കണ്ടോ, കയറിപ്പോണ്ടോ വീട്ടിനകത്തോട്ട്. അതൊരു കുഞ്ഞു വീട്, അതൊരു ഊഞ്ഞാല, ഇതൊരു സീസോ, പിന്നെ ഒരു ടണല്, പിന്നെ ഒരു ഏണി, പിന്നെ ഒരു വീട്. ഇത്ര എല്ലാ സാധനം മേടിച്ചു. അവന്മാർക്കുള്ള ഫുൾ സാധനം ഉണ്ട്. ഇതുകൊണ്ട് എന്നെ ആക്റ്റീവ് ആണെന്ന് നോക്കിയേ. അത് ഫുള്ള് എക്സ്പ്ലോറിങ് ആണോ. ഒരുത്തിന് ഇപ്പൊ ഏണിയെ കയറി, സീസോയെ കയറി. ഇപ്പൊ ഒരുത്തൻ വീടിനകത്ത് കയറി കിടന്ന് ഉറക്കമായിരുന്നു. ഒരു പാർക്ക് പോലെ തന്നെയല്ലേ? ഒരു സാധനം ഉണ്ട്, ഇത് കണ്ടത്. അതെടുത്ത് കാണിച്ചുതരാം. അതിന് സാധനം താഴെ പോലെ അതിന്റെ പുറത്തെ സ്ക്രൂ പിടിച്ച് അതിന് തിരിച്ചു പിടിച്ച് ഓക്കെ ഇങ്ങനെ വെക്കണം നമ്മൾ ഈ സാധനം. കയറി കഴിയുമ്പോൾ കുഴപ്പമില്ല, എടുത്ത് വെക്കാം. അപ്പൊ ഇങ്ങനെ അവന്മാർക്ക് കിടന്ന് കറങ്ങാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോക്കകത്ത് കാണിച്ചു കൊടുക്കുക എങ്ങനെയാണ്. ഇത് അടിപൊളിയല്ലേ? ഇതാണ് ശരിക്കും പറയാൻ മെയിൻ അട്രാക്ഷൻ. കയറുന്നതനുസരിച്ച് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയുണ്ട് നമ്മുടെ ഹാംസ്റ്ററിന്റെ പുതിയ വീട്. ഇഷ്ടപ്പെട്ടോ? ശരിക്കും നമുക്ക് ഇതുപോലത്തെ ഒരു ഹട്ടൊക്കെ വേണമെങ്കിൽ നമ്മുടെ കിളിക്കൂടിനകത്ത് ഉണ്ടാക്കാം അല്ലേ? രസമായിരിക്കും. തടി വെച്ചിട്ട് ഹട്ട് ഉണ്ടാക്കി അടിപൊളിയായിരിക്കും അല്ലേ? മമ്മി പുതിയ ഐഡിയാസ് ഒക്കെ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പേ എങ്ങനെയുണ്ട് നമ്മുടെ? ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പൊ ഹ്യൂമാർ ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ്. അപ്പൊ പുള്ളി അതിനകത്ത് തന്നെയാണ് കേട്ടോ, ഞാൻ കാണിക്കുന്നില്ല. ഇതുണ്ടോ അവൻ ഭയങ്കര ആക്റ്റീവാ. ബാക്കി എല്ലാവരും ഉറങ്ങാൻ പോയി, പക്ഷെ ഇവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാത്രി നോക്കുവാണെങ്കിൽ ഇതൊന്നും ആയിരിക്കത്തില്ല. ഇപ്പൊ തിരിച്ചു പോയി കറുതേ തന്നെ പൈപ്പിനകത്ത് ഉള്ളിലേ ഇതാണ്ടേ പോവാ. പുള്ളിക്ക് മനസ്സിലായി.
അപ്പോൾ പക്ഷേ ഇതൊന്നും അല്ല, രാത്രി ആയി കഴിഞ്ഞാൽ ഇവന്മാർ ഇതിനേക്കാളും ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ രാത്രിയിലത്തെ സംഭവങ്ങളും പിന്നെ ഇത് വെച്ച് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ അടുത്ത വരുന്ന വീഡിയോയ്ക്കകത്ത്, അടുത്ത് വരുന്ന വേറൊരു വീഡിയോ ആണ്, എന്ത് വീഡിയോ ഞാൻ പറയുന്നില്ല, പക്ഷേ ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇറ്റ്സ് മീ സെവിൻ സിറേഖ്, മമ്മി, ജിനോ ചാച്ചൻ ആൻഡ് പപ്പ, പിന്നെ നമ്മുടെ ഹാംസ്റ്റേഴ്സ്. ഇത് ഇവിടെ ഇരിക്കട്ടെ, ബബിൾ ട്രാപ്പ് നല്ല രസമുണ്ട് കേട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, ഇത് ഒരു മരത്തിൻ്റെ തടിയാണ്. മൈക്കൊക്കെ ഓണാകുന്നല്ലേ, പക്ഷെ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. അടിക്കുമോ ശരിക്കും കടിക്കുവാൻ. ഒരുതും ചാടി, ഒരുതും തല ചാടി, അതവിടെ വേണം. ഇന്നൊക്കെയുള്ള സാധനമാണ് പറഞ്ഞത്.